ഹിന്ദുക്കളിൽ തന്നെ ഒരു ബ്രാഹ്മണൻ ഒരു ശൂദ്രന്റെ കുട്ടിയെ പിന്നെ ലവ് ചെയ്താൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും. ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ റോമൻ കാത്തലിക് ഉള്ള ഒരു പൊസിഷനുള്ള അല്ലെങ്കിൽ മലങ്കര സഭയുടെ ലെവലിൽ നിൽക്കുന്ന ആള് ഏറ്റവും താഴത്തെ സഭയെ പെന്തക്കോസോ രണ്ടാം മിഷനോ CSI സഭ ഇതിലുള്ളവർ തമ്മിൽ ലിംഗായ കെട്ടിച്ചു കൊടുക്കും. ഇപ്പോഴൊക്കെ ചെറുതായിട്ട് ചിലപ്പോൾ സമ്മതിക്കും പേടിച്ച്. യഥാർത്ഥത്തിൽ ആ ഇൻസൈഡുകളിലൊക്കെ വിഷയമാണ്. അതായത് ഇതൊന്നും നമ്മളെ ഇടയിൽ നിന്ന് പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിൽക്കെ തന്നെയാണ് പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചരിത്രം പറഞ്ഞ ഉടനെ എല്ലാവരും ഒതുക്കണം. ഇതെന്താണ് ഒതുക്കലാണ് ഇവിടെ? എത്ര കാലം ഒതുക്കി? ഈ ഒതുക്കിയതിനെതിരല്ലേ ഗാന്ധിജി പ്രവർത്തിച്ചത്? ഈ ഒതുക്കിയതിനെതിരല്ലേ ശ്രീകൃഷ്ണൻ പ്രവർത്തിച്ചത് കുരുക്ഷേത്രം വഴി? എത്ര പേരെയാണ് കുരുക്ഷേത്രത്തിൽ കൊന്നതെന്നറിയൂ? കാരണം നന്മയ്ക്ക് വേണ്ടി അത് ഇറങ്ങേണ്ടി വന്നു കൃഷ്ണന്. സംസ്കാരത്തിൽ നിന്നും നമ്മൾ മാറിയിട്ട് തിന്മയിലോട്ട് പോയപ്പോൾ കൃഷ്ണൻ ആളെ കൂട്ടി ഇറങ്ങേണ്ടി വന്നു. അങ്ങനെയുള്ള കൃഷ്ണന്മാർ വന്നുകൊണ്ടിരിക്കൂടെ. അങ്ങനെ ഒരിക്കലും ഒരു ജയം കിട്ടൂല. നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനീപിച്ചുകൊണ്ട് ഒരു ജയം ആരും ആഗ്രഹിക്കേണ്ട. അത് കിട്ടില്ല. അത് തകർച്ചയുടെ ആരംഭമാണ്. അങ്ങനെ തകർന്നിട്ടുണ്ട്. ഇന്ന് എവിടെ അതൊക്കെ? നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടാ? യേശുക്രിസ്തു ജനിച്ച സ്ഥലത്ത് സമാധാനം ഉണ്ടാ? കോടിക്കണക്കിന് മനുഷ്യരാണ് ചാവുന്നത്. ഇതുകൊണ്ട് എന്ത് നേടണ്? ക്രിസ്തുവിന്റെ പേരിൽ അവിടെ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടോ? ഇപ്പോ അതേ റൂട്ടാണ് നമ്മൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംസ്കാരമുള്ള നാടായിരുന്നു അറിയാമോ ഭാരതം? ഭാരതമല്ല, പഴയ രാജ്യങ്ങൾ, നമ്മളിങ്ങനെ ഏഷ്യ പോലെ നിറഞ്ഞു കിടന്ന നാട്. ഇതൊക്കെ നമ്മൾ പ്രിയ പ്രേക്ഷകരെ, പ്രിയ യുവജനമേ, യുവാക്കളെ, നിങ്ങൾക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം കിട്ടി, ലേറ്റസ്റ്റ് ടെക്നോളജി കിട്ടി, എല്ലാം കിട്ടി. നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ മനസ്സിലാക്കാനുള്ള വഴിയുണ്ട്. നിങ്ങളൊക്കെ മാറി ചിന്തിക്കും. നിങ്ങളൊക്കെ തന്നെയാണ് നാളെ ഈ സെൻസർ ബോർഡിന് ഈ അടുത്ത കാലത്തുള്ള